ശ്രീ ഹസ്കർ, ഇവിടെ കണ്ണൂർ മനു തോമസ് വെല്ലുവിളിച്ചത് സാധാരണക്കാരനല്ല, സാക്ഷാൽ പി ജയരാജനെയാണ്. ആരെങ്കിലും പി ജയെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നോ? മനു തോമസിന്റെ വായിൽ കോലിട്ട് കുത്തി അറിയാവുന്ന പാർട്ടി രഹസ്യങ്ങൾ പറയിക്കേണ്ട എന്ന തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു ആരൊക്കെ? എം വി ജയരാജൻ അടക്കം സംസ്ഥാന നേതൃത്വം. മനു തോമസിന്റെ വെല്ലുവിളി ഏറ്റെടുക്കണമെങ്കിൽ, പ്രമോദ് കോട്ടൂൾ ഇന്നിപ്പോൾ വെല്ലുവിളിക്കുന്നുവെങ്കിൽ ഏറ്റെടുക്കണമെങ്കിൽ, പോയി പണി നോക്ക് എന്ന ആർജവത്തിൽ പറയണമെങ്കിൽ പാർട്ടി ഷെൽഫിൽ അധമ രഹസ്യങ്ങളുടെ അസ്ഥികൂടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ശ്രീ ഹസ്കർ, അസ്ഥികൂടങ്ങൾ ഉണ്ടെങ്കിൽ കമാന്ന് മിണ്ടാതിരിക്കാനേ കഴിയൂ. ഹഷ്മി, നിങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ ഇത്തിങ്ങനെ അധമ രഹസ്യങ്ങളുടെ അസ്ഥികൂടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കാൻ മാത്രമേ ഇതുവരെയും കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ തോന്നലുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ മാധ്യമ ഊർജവും കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ അവിടെയാണ് നിങ്ങൾക്ക് പിശക് പറ്റുന്നത്. നിങ്ങൾ എന്തിന് CPM-നെ മാത്രം ഒറ്റപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു? നിങ്ങൾ തന്നെ പറയുന്നല്ലോ, നിങ്ങൾക്ക് സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് BJP-യുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരടക്കമുള്ള ഒരു കൺസോർഷ്യമുണ്ട് കോഴിക്കോട് നിന്നെങ്കിൽ. എന്തുകൊണ്ട് അവരുടെ പേര് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയും അതിനുശേഷം ആ അജണ്ടയ്ക്കനുസരിച്ച് നിങ്ങളുടെ മാധ്യമ ധർമ്മം നിർവഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതെ പോകുന്നത്. പാർട്ടി മെമ്പർ പ്രതിയാണെന്ന് കണ്ടെത്തി, പാർട്ടി മെമ്പറെ പുറത്താക്കി, പാർട്ടി ഇടപെട്ട് കട്ടപ്പണം തിരികെ കൊടുപ്പിച്ചു, കേസിൽ വാദിയില്ല പ്രതിയില്ല, കാരണം എന്താണെന്ന് ഇപ്പോഴും ഇരുമ്പ് പറ, എന്നിട്ട് ഹസ്കർ വന്നിരുന്നു പറയും ഇതൊക്കെ മാധ്യമ അജണ്ട. നിർത്തിക്കൂടെ സർ ഈ ഇടപാട്? നിർത്തിക്കൂടെ? ഇത്രയും തിരിച്ചടി കിട്ടുമ്പോഴും ഈ പറഞ്ഞ ജനങ്ങളെ പിന്നെയും കുത്തികയറ്റുന്ന നിലപാടുകൾ ഞാൻ അങ്ങനെ വ്യക്തിപരമായി പറയുന്നതല്ല. പ്രശ്നം അങ്ങനല്ല. CPM-നുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നം, അതിൽ പാർട്ടി സഖാവിനെ പുറത്താക്കുന്നു. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ല. നിങ്ങൾ അതിനെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി കൽപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് സമയം മെരുകെടുത്തുന്നു. അതാണ് മാധ്യമ അജണ്ട എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. CPM-നുള്ളിൽ നിന്ന് CPM-ന് ചേരാത്ത വിധം, സമൂഹത്തിന് ചേരാത്ത വിധം ഒരാളെ പുറത്താക്കിയിരിക്കുന്നു. പാർട്ടിയുടെ സൽപ്പേരിനും സമൂഹത്തിന്റെ സൽപ്പേരിനും കളങ്കപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഒരാളെ പുറത്താക്കിയിരിക്കുന്നത്. മനു തോമസിനെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടുപോയതിനു ശേഷം പാർട്ടിയുടെ ഏറ്റവും സക്രിയമായി നിൽക്കുന്ന ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. നാളിതുവരെ കേരളം കേട്ടിട്ടില്ലാത്ത ആരോപണങ്ങളാണ് മനു തോമസ് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയാണോ വേണ്ടത്? അതിൽ നിശബ്ദത പ്രവർത്തനമായി തന്നെയാണ് പി ജയരാജനെ മനു തോമസ് ചെയ്ത് എന്താണ്? വരൂ പി ജെ, നമുക്കൊരു മേശക്കിരുപുറം ഇരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. താങ്കൾക്ക് എന്നെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ലോകത്തോട് പറയൂ, താങ്കളെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറയാം എന്ന് വെല്ലുവിളിക്കുകയാണ്. മിണ്ടിയോ പിന്നെ പി ജെ? എം വി ജയരാജൻ പിന്നെ മിണ്ടിയോ? എം വി ഗോവിന്ദൻ മിണ്ടിയോ? ആരെങ്കിലും മിണ്ടിയോ? ആരെങ്കിലും പി ജെക്ക് അനുകൂലമായി നിന്നോ? ഹസ്കർ, എന്തുകൊണ്ടാണ് മനു തോമസിനെ കൊണ്ട് കൂടുതൽ പറയിക്കണ്ട എന്ന തീരുമാനമാണ്? ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അല്ലെ, നമ്മുടെ നാട്ടിലൊരു വലിയ കുഴപ്പമുണ്ടെന്നേ. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാൽ അത് കേൾക്കാനും അത് കേട്ട് ആത്മരതിയിൽ ആനന്ദലബ്ധിയിൽ ഇനി എന്തു വേണമെന്ന് അർത്ഥത്തിൽ അഭിരമിക്കുന്നതിനു വേണ്ടി കുറേ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നത് കൊണ്ട്, ആ സൈലൻസ് കൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാനാവും. അതുതന്നെയായിരുന്നു കണ്ണൂരിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പ്രമോദ് കോട്ടൂളിയുടെ വിഷയം എടുക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതാക്കന്മാരുടെ പേരെടുത്ത് പറയാൻ പോലുമുള്ള ധൈര്യം നിങ്ങൾക്കില്ല? അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ആ ധൈര്യമില്ലായ്മയാണ് നിങ്ങൾ പേരൊക്കെ പുറത്തു വരുന്ന കാലത്ത് പുറത്തു വരട്ടെ. വാർത്ത കൊടുക്കാൻ എന്താണ് ധൈര്യക്കുറവ്? എന്താണ് ധൈര്യക്കുറവ്? പ്രകാശ് ജാവദേക്കർ പി ജയരാജന്റെ വീട്ടിൽ പോയി കണ്ടു, വാർത്ത കൊടുക്കാൻ എന്തെങ്കിലും ധൈര്യക്കുറവ് ആരെങ്കിലും കാണിച്ചോ? ഇല്ലല്ലോ. ഭാസ്കർ, പ്രകാശ് ജാവദേക്കർ പി ജയരാജന്റെ വീട്ടിൽ പോയി കണ്ടു, എന്തോ ദുരൂഹ ഇടപാട്, ആ വാർത്ത അറിഞ്ഞു കൊടുക്കാൻ ആരും ധൈര്യക്കുറവ് കാണിച്ചോ? വരട്ടെ. അങ്ങനെ ഒരു കൺസോർഷ്യം ഉണ്ടെങ്കിൽ, ആ കൺസോർഷ്യത്തിൽ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടെങ്കിൽ, എന്റെ സോഴ്സ് എന്നോട് പറഞ്ഞ് സത്യമാണെങ്കിൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ, നമ്മൾ വാർത്ത കൊടുക്കും. ഒരു പേടിയൊക്കെ കാര്യത്തിലില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഭാസ്കർ.